തലമുടി കൊഴിച്ചിൽ സൂചനയാകാം കേട്ടോ. തടയാൻ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ. നല്ല നീണ്ട ഇടതൂർന്ന മുടി ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും, അല്ലേ? മിക്കവരും ഉപയോഗിക്കാത്ത എണ്ണകളും കുറവായിരിക്കും. നമുക്ക് പല സാഹചര്യത്തിലും മുടി പൊഴിഞ്ഞു പോകാറുണ്ടല്ലേ. ഇപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ ആ രോഗത്തിൻ്റെ ഒരു എഫക്റ്റ് എന്ന നിലയിൽ മുടി പൊഴിഞ്ഞു പോകാം, അല്ലേ? നമ്മുടെ മുടിയെ ബാധിക്കുന്ന ചില രോഗങ്ങൾ, ഇപ്പോൾ തലയോട്ടിയിൽ വരുന്ന സ്കാൽപ്പ് ഡെർമറ്റൈറ്റിസ്, അതുപോലെ തന്നെ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്, താരൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് മുടി പൊഴിയാം, അല്ലേ? നമ്മൾ ഏതെങ്കിലും തരത്തിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റിംഗ് ചെയ്യുകയാണെങ്കിലും മുടി പൊഴിഞ്ഞു പോകാം. ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ നമുക്ക് മുടി പൊഴിയാറുണ്ടല്ലേ. എന്നാൽ ഈ സാഹചര്യത്തിൽ നിന്നെല്ലാം റിക്കവറായിട്ട് മുടി പെട്ടെന്ന് വളർന്നാൽ മാത്രമേ നമുക്ക് മുടി പൊഴിച്ചിൽ മാറി തലയിൽ മുടി പഴയ അവസ്ഥയിലെത്തുകയുള്ളൂ. എന്നാൽ നമുക്ക് മുടി പോകുന്നത്ര സ്പീഡിൽ തിരിച്ചു വളർന്നു വന്നില്ല എങ്കിലോ പലപ്പോഴും തലയുടെ മുടിയുടെ ഉള്ള് കുറഞ്ഞു വരും. അത് നമുക്ക് കാണുമ്പോൾ കഷണ്ടി ഫീൽ ചെയ്യും. പല ഹെയർ സ്റ്റൈലുകൾ ഇഷ്ടമുള്ളവർക്ക് മുടിയുടെ ഉള്ളു കുറവാണെങ്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ കഴിയാതെ വരും. പുരുഷന്മാർക്കാണെങ്കിൽ തലമുടി ചീകുമ്പോൾ മുടിക്ക് ഉള്ളില്ല എങ്കിൽ കഷണ്ടി ഫീൽ ചെയ്യും. ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കുന്നതിന് പൊഴിഞ്ഞു പോകുന്ന മുടി വളരെ പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് ഡയറ്റിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ മുടി കൊഴിച്ചിൽ. മുടി കൊഴിച്ചിൽ തടയാൻ ഇന്ന് പലരും പല വഴികളും തേടാറുമുണ്ട്. പരിഹാരത്തിന് പകരം കാരണമാണ് അറിയേണ്ടതെന്ന് ആരും ഓർക്കാറുമില്ല. തൈറോയിഡ്, വൈറ്റമിൻ സിയുടെ കുറവ്, പ്രമേഹം, ഇരുമ്പിൻ്റെ കുറവ്, ലൂപ്പസ്, ആൻറ്റി ഡിപ്രസൻറ്റുകൾ, ഗർഭനിരോധന ഗുളികകൾ, റെറ്റിനോയിഡുകൾ തുടങ്ങിയ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മുടി കൊഴിച്ചിലിന് കാരണമാകേ. അതുപോലെ തന്നെ പുകവലി, മദ്യപാനം തുടങ്ങിയ അനാരോഗ്യ ശീലങ്ങളും മുടി കൊഴിച്ചിലുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. പോഷകാഹാരക്കുറവാണ് മുടി കൊഴിച്ചിലുണ്ടാകാനുള്ള മറ്റൊരു പ്രധാന കാരണം. അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ് നമ്മുടെ മുടിയുടെ സ്പ്ലിറ്റൻസ് വരാനും കാരണമാകും. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇവ തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ തലമുടി വളരാൻ സഹായിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇതിനായി പഴങ്ങൾ, പച്ചക്കറി എന്നിവ കഴിക്കാം കേട്ടോ. അയണും ഫാറ്റി ആസിഡും അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കുന്നവയാണ്. പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ കടുകെണ്ണ, ബദാമെണ്ണ, ആവണക്കെണ്ണ, റോസ്മേരി ഓയിൽ തുടങ്ങിയവ തലമുടിയിൽ പുരട്ടുന്നതും മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കേ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് കേട്ടോ. കാരണം നമ്മുടെ മുടി നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. നമ്മുടെ പ്രോട്ടീൻ ബിൽഡപ്പിന് നമുക്ക് വേണ്ടത് ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ്. ഈ ലൈസീൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്നതാണ്. ലൈസീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നോൺ വെജ് ഭക്ഷണത്തിലാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, പലരും വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവരായിരിക്കും. അവർക്ക് മുടി പൊഴിഞ്ഞു പോയാൽ തിരിച്ച് കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. നല്ല സമയവും എടുക്കും കിളിർത്ത് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ നോൺ വെജ്, അതായത് റെഡ് മീറ്റ്, ചിക്കൻ, മുട്ട, ചാള, മീൻ, ഇതിനകത്തൊക്കെ ധാരാളം ലൈസീൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചീസ്, ഉലുവ, പംകിൻ സീഡിലും ചെറിയ അളവിൽ ലൈസീൻ അടങ്ങിയിട്ടുണ്ട്. ലൈസീനിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ചില ഫാക്ട്സ് ഉണ്ട് കേട്ടോ. ടെൻഷൻ ഉണ്ടെങ്കിൽ ലൈസീനിൻ്റെ അളവ് ശരീരത്തിൽ കുറയും. ആ സാഹചര്യത്തിലാണ് മുടി പൊഴിഞ്ഞു പോകുന്നത്. ഉയർന്ന കൊളസ്ട്രോൾ ലെവലാണെങ്കിൽ ലൈസീൻ കുറഞ്ഞു പോകും. നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നുണ്ടെങ്കിലും ലൈസീനിൻ്റെ അളവ് കുറഞ്ഞു വരും കേട്ടോ. മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയും ചെയ്യും. ചില രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതിന് മറ്റൊരു കാരണമാകും കേട്ടോ. കുടലിലെ ബാക്ടീരിയകളും ഇത് കാരണം നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ബാക്ടീരിയകൾ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്ന പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ് നമ്മുടെ വീടുകളിൽ തന്നെയുള്ള തൈര്, മോര് എന്നിവ കേട്ടോ. ഇവയും ധാരാളം കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അച്ചാറുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോബയോട്ടിക്സ് എഫക്ട്സ് നമ്മുടെ കുടലിന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അടുത്ത് നമ്മുടെ അയണാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് അയൺ ഉണ്ടെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ നന്നായി ഉയരുകയും ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലയോട്ടിലെ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുകയും വളരെ പെട്ടെന്ന് മുടി വളരുകയും ചെയ്യുകയുള്ളൂ കേട്ടോ. വിളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം മുടി കൊഴിച്ചിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അയൺ ധാരാളം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ നോൺ വെജ് ഭക്ഷണങ്ങളാണ്. മീൻ, ഇറച്ചി, മുട്ട, ഇലക്കറികൾ, ഫിഷസ് കഴിച്ചാൽ അയൺ ധാരാളം ലഭിക്കും. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇലക്കറികൾ, നട്ട്സ്, പരിപ്പ്, കടല എന്നിവ ധാരാളം കഴിക്കാൻ വേണം. പൊഴിഞ്ഞു പോയ മുടി തിരിച്ചു കിട്ടാൻ അവിടെ DHT എന്ന എൻസൈമിൻ്റെ അളവ് നന്നായി കുറഞ്ഞിരിക്കണം കേട്ടോ. DHT എന്ന് പറയുന്നത് ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ എന്നാണ് കേട്ടോ. പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കഷണ്ടി വരുന്നതിന് കാരണം തലയിൽ ഈ DHT എന്ന എൻസൈം ധാരാളം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് DHT കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നത് നേരത്തെ പറഞ്ഞ ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ DHT
കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അടുത്ത് നമുക്ക് വേണ്ടത് സിങ്ക് ആണ് കേട്ടോ. സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിച്ചാൽ മുടി പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇവ DHT കുറയ്ക്കാനും സഹായിക്കും. സിങ്ക് ധാരാളം അടങ്ങിയിട്ടുള്ളത് റെഡ് മീറ്റ്, കടൽ മത്സ്യം, ഫിഷസ്, നട്ട്സ്, സീഡ്സിലും ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടെൻഷൻ കുറയ്ക്കുക. ടെൻഷൻ ഉണ്ടെങ്കിൽ DHT കൂടാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ. DHT ധാരാളം ഉണ്ടെങ്കിൽ കഷണ്ടി വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഇത് മറക്കാതെ ഓർമ്മയിൽ വച്ചേക്കുക. അതുപോലെ നമ്മുടെ മുടിയെ വളരാൻ വേണ്ടി സഹായിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. ഇതിൽ ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് മുടി മസാജ് ചെയ്യുന്നത് മുടിയുടെ വളർച്ച വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം.